ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലായിട്ട് 266 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 12 മുതലാണ്. അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി ജൂലൈ 3, 2025 അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട അവസാന തീയതിയും ജൂലൈ 3 തന്നെയാണ്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ജൂലൈ 20, 2025 ആയിരിക്കുമെന്നാണ്. ഫേസ് 2 എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വരുന്നത് 31 ഓഗസ്റ്റ് 2025 ആയിരിക്കും എന്നാണ്. വേക്കൻസീസ് പരിശോധിക്കാം. സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിൽ ഡോക്ടേഴ്സ് MBBS 10 ഒഴിവ്, ലീഗൽ 20, ഫിനാൻസ് 20, ഇൻഫർമേഷൻ ടെക്നോളജി 20, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ 20. സ്പെഷ്യലിസ്റ്റ് ബാക്ക്ലോഗിൽ ഡോക്ടേഴ്സ് MBBS 4, ഫിനാൻസ് 1, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ 1 എന്നിങ്ങനെ 96 ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. കാറ്റഗറി വൈസുള്ള ഒഴിവും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ജനറലിസ്റ്റ് കാറ്റഗറിയിൽ 170 ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇതിൽ UR 68, OBC 47, SC 26, ST 12, EWS 17 എന്നിങ്ങനെയാണ് കാറ്റഗറി വൈസുള്ള ഒഴിവുകൾ വരുന്നത്. രണ്ട് കാറ്റഗറിയിലേക്കുമായി ടോട്ടൽ 266 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ സർവീസ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോസ്റ്റിംഗ് ലഭിക്കുന്ന സ്ഥലത്ത് 5 വർഷമെങ്കിലും മിനിമം നിൽക്കേണ്ടതാണ്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ കാറ്റഗറിയിൽ വരുന്നവർക്ക് ആദ്യത്തെ പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് 10 വർഷത്തോളം സർവീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർ കമ്പനി പ്രൊമോഷൻസിന് അർഹരാകുകയുള്ളൂ. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യത്തെ 1 വർഷം പ്രൊബേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നതാണ്. പ്രൊബേഷൻ പീരീഡ് അടക്കം 4 വർഷത്തേക്കാണ് ബോണ്ട് കാലാവധി വരുന്നത്. 4 വർഷം കംപ്ലീറ്റ് ചെയ്യാതെ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് റിലീവ് ചെയ്തു പോവുകയാണെങ്കിൽ 1 വർഷത്തെ ഗ്രോസ് സാലറി കമ്പനിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. പ്രൊബേഷൻ പീരീഡിൽ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് റിലീവ് ചെയ്തു പോവുകയാണെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മുഴുവൻ സാലറിയും കൂടാതെ 25,000 രൂപയും കമ്പനിയിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. സ്റ്റാർട്ടിംഗ് ബേസിക് പേ 50,925 രൂപയാണ് വരുന്നത്. 50,925 രൂപ മുതൽ 96,765 രൂപ വരെയാണ് ബേസിക് പേയുടെ സ്കെയിൽ വന്നിട്ടുള്ളത്. ബേസിക് പേയ്ക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും കമ്പനി നൽകുന്നതാണ്. അതായത് എല്ലാവിധ അലവൻസോടും കൂടി സ്റ്റാർട്ടിങ്ങിൽ 90,000 രൂപ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 1/5/2025 വെച്ചാണ് കണക്കാക്കുന്നത്. ഡോക്ടേഴ്സ് MBBS എന്ന പോസ്റ്റിലേക്ക് MBBS, MD, MS ഓർ PG മെഡിക്കൽ ഡിഗ്രി എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫോറിൻ ഡിഗ്രിയും ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കുന്നതാണ്. ലീഗൽ എന്ന ഡിസിപ്ലിനിലേക്ക് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 60% മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് ആവശ്യമായിട്ടുള്ളത്. SC/ST കാൻഡിഡേറ്റ്സിന് 55% മാർക്കോട് കൂടിയ ഡിഗ്രിയാണ് ആവശ്യമായിട്ടുള്ളത്. ഫിനാൻസ് എന്ന ഡിസിപ്ലിനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ BCom, MCom തുടങ്ങിയ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഡിസിപ്ലിനിലേക്ക് BE, BTech, ME, MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, MCA തുടങ്ങിയവയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. SC/ST കാൻഡിഡേറ്റ്സിന് 55% മാർക്കും അതർ കാൻഡിഡേറ്റ്സിന് 60% മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എന്ന ഡിസിപ്ലിനിൽ BE, BTech, ME, MTech ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. BE, BTech, ME, MTech ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടുഗദർ വിത്ത് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ജനറലിസ്റ്റ് ഓഫീസർ എന്ന ഡിസിപ്ലിനിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് 60% മാർക്കും SC/ST കാൻഡിഡേറ്റ്സിന് 55% മാർക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഏജ് കണക്കാക്കുന്നതും 1/5/2025 വെച്ചാണ്. മിനിമം 21 വയസ്സ് മുതലുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് കാൻഡിഡേറ്റ്സ് 2/5/1995 1/5/2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഫേസുകളായി നടത്തുന്ന എക്സാമിനേഷനിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഫേസ് 1 എക്സാമിനേഷൻ 2 കാറ്റഗറിയിലേക്കും
സിലബസ് ആണ് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 2 മെയിൻ എക്സാമിനേഷന് ജനറലിസ്റ്റ്, സ്പെഷ്യലിസ്റ്റ് എന്നീ ഡിസിപ്ലിനിൽ വ്യത്യസ്ത സിലബസുകളിലായിട്ടാണ് എക്സാം നടത്തുന്നത്. അതിന്റെ ഡീറ്റെയിൽസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ്. ഈ 2 എക്സാമിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഇന്റർവ്യൂവിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. SC ST PWBD കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. ഫേസ് 1 എക്സാമിനേഷന് ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാമിനേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫേസ് 2 എക്സാമിന് കേരളത്തിൽ എറണാകുളത്ത് മാത്രമാണ് സെന്റർ അവൈലബിൾ ആയിട്ടുള്ളത്. nationalinsurance.nic.co.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് ഫീയും കൂടെ അടച്ചതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. റിസർവേഷന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇവ ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. മികച്ച സാലറിയിൽ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നതിന് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ജൂലൈ 3 വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. യോഗ്യരായിട്ടുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.